യുഎസ് നാവികസേനയ്ക്കെതിരെ ശക്തമായ സൈനിക പ്രതികരണത്തിനൊരുങ്ങി ഇറാൻ. പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലും യുഎസ് നാവിക പ്രവർത്തനങ്ങൾ തുടരുന്നത്, പ്രത്യേകിച്ചും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തുറമുഖങ്ങൾക്ക് നേരെയുള്ള യുഎസ് ഉപരോധം തങ്ങളുടെ സായുധ സേനയിൽ നിന്നും സൈനിക പ്രതികരണത്തിന് കാരണമാകുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഡെപ്യൂട്ടി പൊളിറ്റിക്കൽ ചീഫ് വ്യാഴാഴ്ച മുന്നറിയിപ്പ് നൽകിയതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയയായ ISNA റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളുടെ നീക്കം തടയുന്നതിനുള്ള യുഎസ് നടപടികൾ വെടിനിർത്തൽ ചട്ടക്കൂടിന്റെ ലംഘനമായി കണക്കാക്കുമെന്നും ഇറാൻ സേനയിൽ നിന്നും പ്രതികാര നടപടി ഉണ്ടാകുമെന്നും IRGCയുടെ ഡെപ്യൂട്ടി പൊളിറ്റിക്കൽ ചീഫ് ബ്രിഗേഡിയർ ജനറൽ യാദുള്ള ജവാനി പ്രസ്താവിച്ചതായിട്ടാണ് റിപ്പോർട്ട് വന്നത്. പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലും യുഎസ് നടപടികൾ തുടരുന്നത് വെടിനിർത്തൽ ലംഘനമാവുകയും സായുധ സേനയിൽ നിന്നും പ്രതികരണത്തിന് കാരണമാവുകയും ചെയ്യുമെന്നും ജവാനി പറഞ്ഞു. ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം തുടരില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഉപരോധമില്ലാത്ത ഒരു രാജ്യമാണെന്ന് വാഷിംഗ്ടൺ മനസ്സിലാക്കുന്നില്ല. ട്രംപ് ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ഇറാൻ ഉപരോധം ഏർപ്പെടുത്താത്ത ഒരു രാജ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞതായി വ്യക്തമാക്കിയിട്ടുണ്ട്. തന്ത്രപരമായി നിർണായകമായ ഹോർമുസ് കടലിടുക്കിലെ പ്രധാന കപ്പൽ പാതകളിലെ സമുദ്ര സുരക്ഷയെ ചൊല്ലി ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ജവാനിയുടെ പരാമർശങ്ങൾ. ഇറാന്റെ തുറമുഖങ്ങളുടെ സമഗ്രമായ ഉപരോധം വിജയകരമായി നടപ്പിലാക്കിയതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് ബുധനാഴ്ച പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ജലപാതകളിൽ US സൈന്യം സമുദ്ര ആധിപത്യം ഉറപ്പിച്ചു. ഓപ്പറേഷൻ ആരംഭിച്ച 36 മണിക്കൂറിനുള്ളിൽ ഇറാനിലേക്കുള്ള എല്ലാ സമുദ്ര വ്യാപാരവും US സൈന്യം ഫലപ്രദമായി നിർത്തിവെച്ചതായി സെൻട്രോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഏജിസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ USS പ്രൂൾസ് ഇറാൻ പതാകയുള്ള ഒരു ചരക്ക് കപ്പലിനെ ഇറാനിലേക്ക് തിരിച്ചയക്കാൻ നിർബന്ധിതമാക്കിയതായും സെൻട്രോം ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഇത് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാവിക ഉപരോധത്തിന് കീഴിലുള്ള ഏറ്റവും പുതിയ എൻഫോഴ്സ്മെന്റ് നടപടിയാണ്. ഉപരോധം ആരംഭിച്ചതിനു ശേഷം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ കപ്പൽ ശ്രമിച്ചതിനെ തുടർന്നാണ് സംഭവം നടന്നതെന്ന് സെൻകോം Xലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. ഇന്നലെ ഇറാന്റെ പതാകയുള്ള ഒരു ചരക്ക് കപ്പൽ ബന്ദർ അബ്ബാസിൽ നിന്നും പുറപ്പെട്ട് ഹോർമുസ് കടലിടുക്കിൽ നിന്നും പുറത്തു കടന്ന് ഇറാന്റെ തീരപ്രദേശത്തുകൂടി സഞ്ചരിച്ച ശേഷം US ഉപരോധം ഒഴിവാക്കാൻ വിജയകരമായി കപ്പലിനെ തിരിച്ചുവിട്ടു. ഇത് ഇറാനിലേക്ക് തിരികെ പോവുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. 10 കപ്പലുകൾ ഇപ്പോൾ തിരിച്ചുവിട്ടു. തിങ്കളാഴ്ച US ഉപരോധം ആരംഭിച്ചതിനു ശേഷം ഒരു കപ്പലും കടന്നിട്ടില്ലെന്നും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.